ഹലോ യൂട്യൂബ്, എൻ്റെ പേര് നവീദ്. ഞാനൊരു ഗെയിമിംഗ് പാഷനുള്ള ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ 15 വർഷമായിട്ട് പ്ലേ സ്റ്റേഷൻ ഗെയിംസൊക്കെ കളിക്കുന്ന ഒരു വ്യക്തിയാണ്. മോജോ ഗെയിമിംഗ് എന്ന് പറയുന്ന ബിസിനസ്സും ഞാൻ റൺ ചെയ്യുന്നു. PS1 തൊട്ട് PS5 വരെ എല്ലാ കൺസോൾസും ഗെയിം കളിച്ചിട്ടുണ്ട്. PS4 ആണ് ഞാൻ കളിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും ഫേവറേറ്റായ കൺസോൾ. 2025 PS4 വാങ്ങുന്നത് വർത്താണോ, അത് എവിടുന്ന് വാങ്ങണം, എങ്ങനെ വാങ്ങണം, എല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ വാച്ച് ദിസ് വീഡിയോ. ഈ വീഡിയോ PS4 വാങ്ങുന്നതിനുള്ള അൾട്ടിമേറ്റ് ഗൈഡാണ്. സോ ഈ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യുക. പ്ലേ സ്റ്റേഷൻ്റെ 30th ആനിവേഴ്സറിയാണ് 2025. PS1 മുതൽ PS5 വരെ എല്ലാ കൺസോൾസും ഭയങ്കര ഹിറ്റാണ്. PS1 ആണ് ഫസ്റ്റ് റിലീസായത്, 90s റിലീസായത്. അതിനുശേഷം ദ നൊസ്റ്റാൾജിക് PS2 റിലീസായി. അത് ബെസ്റ്റ് സെല്ലിംഗ് കൺസോളാണ്. 90s കിഡ്സിനൊന്നും ഈ കൺസോൾ മറക്കാൻ പറ്റില്ല, അത്രയും നൊസ്റ്റാൾജിക്കാണ്. അതിനുശേഷം PS3 റിലീസായി. അതൊരു നല്ല കൺസോൾ തന്നെ ആയിരുന്നു. GTA 5 ഒക്കെ ഫസ്റ്റ് PS3യിലാണ് വന്നത്. പിന്നെ സോണി ഒരു കൺസോൾ റിലീസ് ചെയ്തു 2014. അതാണ് നമ്മുടെ ലെജൻഡറി PS4, ദ ഒറിജിനൽ പ്ലേ സ്റ്റേഷൻ 4. PS3യിൽ നിന്നും PS4ൽ നല്ല അപ്ഗ്രഡേഷൻ ആയിരുന്നു. ഗെയിംസൊക്കെ നല്ല ഹൈ ഗ്രാഫിക്സ് ഉള്ള ഗെയിംസ് തന്നെയായിരുന്നു. നല്ല ടോപ്പ് ക്വാളിറ്റി ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു PS4ൽ. PS4 വാങ്ങാനുള്ള കുറച്ച് റീസൺസാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, PS5 റിലീസായിട്ടുണ്ട്. ലേറ്റസ്റ്റ് PS5 ആണ് റിലീസായത്. 2020 റിലീസായത്. പക്ഷേ PS4ൽ ഇപ്പോഴും നല്ല മാസീവ് ഗെയിം കളക്ഷൻസ് ഉണ്ട്. 1000+ ഗെയിംസ് ഉണ്ട്. ഓൺലൈൻ ആയാലും ശരി, ഓഫ്ലൈൻ ആയാലും ശരി, നല്ല ഗെയിം കളക്ഷൻ ഉണ്ട്. അതുപോലെ സോണി പ്ലേ സ്റ്റേഷൻ ടൈപ്പ് ഗെയിംസ് ലൈക്ക് ഗോഡ് ഓഫ് വാർ, ലാസ്റ്റ് ഓഫ് അസ്, ഗോസ്റ്റ് ഓഫ് സുഷിമ, മാർവൽ സ്പൈഡർമാൻ, ഇതൊക്കെ പ്ലേ സ്റ്റേഷൻസിലേ കിട്ടുള്ളൂ. Xbox, Nintendo ഇതിലൊന്നും കളിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ കളിക്കണമെങ്കിൽ PS4 മേടിച്ചിട്ടേ കാര്യമുള്ളൂ. ഇങ്ങനത്തെ പ്രീമിയം ഗെയിംസൊക്കെ പ്ലേ സ്റ്റേഷൻസിൽ അവൈലബിൾ ആണ്. PS4 ആൻഡ് PS5 അവൈലബിൾ ആണ്. പിന്നെ ചീപ്പർ ദാൻ PS5 ആണ്. ഗെയിം ഡിസ്ക് PS5 ചീപ്പറാണ്. ബാക്ക്വേർഡ് കമ്പാറ്റിബിലിറ്റി ഉണ്ട്. PS5 PS4 റൺ ആവും. ഇതൊക്കെയാണ് ബെനിഫിറ്റ്സ് വരുന്നത്. ഇതാണ് PS4ൻ്റെ ഗെയിംസ് വരുന്നത്. ഇത്രയും ഗെയിമിംഗ് കളക്ഷനാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിലൊരു ട്രെൻഡിങ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ചെറുപ്പത്തിൽ കളിച്ചൊരു ഗെയിം, ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് സെല്ലിംഗ് ഗെയിംസ് ഇതിലില്ല. അത് നിങ്ങൾ ഏതാ കണ്ടുപിടിച്ച് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത് വൺ ഓഫ് ദി ടോപ്പ് 50 ഗെയിംസാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല, 1000+ ഗെയിമിംഗ് കളക്ഷൻ ഉണ്ട് PS4ൻ്റെ അടുത്ത്. ബട്ട് ഇത്രയും ഗെയിംസാണ് ഭയങ്കര ബെസ്റ്റായിട്ടുള്ള ഗെയിംസ്. ഇതന്നെ കളിച്ച് തീരാൻ ഒരു കൊല്ലത്തിൻ്റെ മേലെടുക്കും ഇത്രയും ഗെയിംസൊക്കെ. സോ ഗെയിംസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, അത്രയും മാസീവ് കളക്ഷൻ ഉണ്ട്. പ്ലേ സ്റ്റേഷൻ റിലീസായിട്ട് 10 കൊല്ലമായി. 2025 ഇപ്പോഴും നല്ല ഡിമാൻഡ് ഉണ്ട് പ്ലേ സ്റ്റേഷൻ 4ന്. യൂസ്ഡ് PS4 മാർക്കറ്റിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതാണ്. ഈ വീഡിയോ ക്ലിപ്പ് നിങ്ങൾ നോക്കുക. ഇത് കണ്ടോ? സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ചെയ്ത് കസ്റ്റമേഴ്സിനെ പറ്റിക്കുകയാണ്. കിട്ടിയ സാധനം കസ്റ്റമേഴ്സിനെ കയ്യിൽ കൊടുത്തിട്ട് സാധനം സെയിലാക്കുകയാണ്. റീഫർബിഷ്ഡ് എന്ന പേരിൽ വിറ്റുകൊണ്ടിരിക്കുന്നത് സ്ക്രാപ്പ് ലോക്കൽ സാധനമാണ്. മാർക്കറ്റിൽ ഭയങ്കര ചീപ്പ് സാധനമാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നും ഇവിടുന്നൊക്കെ സ്ക്രാപ്പ് സാധനം എടുത്തിട്ട് വിൽക്കുകയാണ് ചെയ്യുന്നത് ഓൺലൈനിൽ. ഇപ്പോൾ പ്ലേ സ്റ്റേഷൻ ഒറിജിനൽ അല്ല വിൽക്കുന്നത്, ഫേക്ക് സാധനമാണ് വിൽക്കുന്നത്. ഭയങ്കര സ്കാമാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. എൻ്റെ അഭിപ്രായത്തിൽ 2 ടൈപ്പ് കൺസോളാണ് നിങ്ങൾ വാങ്ങേണ്ടത്. ഒന്നെങ്കിൽ പുതിയത് വാങ്ങുക, അല്ലെങ്കിൽ യൂസ്ഡ് വാങ്ങുക. ഈ പ്രീ ഓൺഡ്, റീഫർബിഷ്ഡ്, റീയൂസ്ഡ് ഇതൊക്കെ വാങ്ങുന്ന വേസ്റ്റാണ്. അപ്പോൾ പിന്നെ നമ്മൾ എവിടുന്നാണ് പ്ലേ സ്റ്റേഷൻ വാങ്ങേണ്ടത്? പുതിയ PS4 ആണെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇങ്ങനത്തെ ജെന്യൂൻ ആയിട്ടുള്ള ട്രസ്റ്റഡ് ഡീലേഴ്സ്, ട്രസ്റ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റ്സിൽ നിന്ന് വാങ്ങാം. ആമസോൺ, ഫ്ലിപ്കാർട്ടൊക്കെ ട്രസ്റ്റഡ് ആണ്. പിന്നെ യൂസ്ഡ് PS4 ആണെങ്കിൽ നിങ്ങളുടെ ലോക്കൽ ഷോപ്സ്, നിയർ ബൈ ഷോപ്സ്, ഫ്രണ്ട്സ് ഇവിടെ നിന്നൊക്കെ വാങ്ങാം. എവിടുന്നാണ് വാങ്ങാത്തത് വെച്ചിട്ടുണ്ടെങ്കിൽ OLX, ക്വിക്കർ, ഓൺലൈനായിട്ട് ഫേസ്ബുക്ക് ഇവിടെ നിന്ന് മാക്സിമം വാങ്ങാണ്ടിരിക്കുക. ബിഗിനേഴ്സ് വാങ്ങിയാൽ പണി കിട്ടും. അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒറിജിനൽ ഓർ ഡ്യൂപ്ലിക്കേറ്റ്, സ്ക്രാപ്പ് മെറ്റീരിയൽ, ചീപ്പ് ക്വാളിറ്റി, എത്ര കൊല്ലം യൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അറിയില്ല. ഏതെങ്കിലും പാർട്സ് വർക്കിംഗ് ആണോ അതും നിങ്ങൾക്ക് അറിയില്ല. ട്രസ്റ്റ് വർത്തി ആണോ സെല്ലറാണോ അതും നിങ്ങൾക്ക് അറിയില്ല. എന്തെങ്കിലും റിപ്പയർ ഉണ്ടോ അതിൽ അതും നിങ്ങൾക്ക് അറിയില്ല. കുറേ പ്രശ്നം ഉണ്ടാവും. PS4ൻ്റെ കൺസോളിൻ്റെ ക്വാളിറ്റി, ജോയ്സ്റ്റിക്കിൻ്റെ ക്വാളിറ്റി, ഇനി വാങ്ങിക്കഴിഞ്ഞാൽ സെയിൽസിൻ്റെ കാര്യം, കുറേ പ്രശ്നമുണ്ട്. യൂസ്ഡ് PS4 വാങ്ങുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് PS4ൻ്റെ മോഡൽ. 3 മോഡലാണ് ഇതുവരെ റിലീസായിട്ടുള്ള PS4ൽ. ഒറിജിനൽ അതാണ് ഫസ്റ്റ് റിലീസായത്. പിന്നെ സ്റ്റാൻഡേർഡ്, അതായത് സ്ലിം, പിന്നെ PS4 Pro. അതിൽ ഈ PS4 ഒറിജിനൽ നിങ്ങൾ ഒരിക്കലും വാങ്ങരുത്. അത് പഴയ വേർഷനാണ്, സ്റ്റേബിൾ അല്ലാത്ത വേർഷനാണ്. PS4 പ്ലേ സ്റ്റേഷൻ ഒറിജിനലിന് കുറേ ബഗ്സ്, റിപ്പയേഴ്സ് ഉണ്ട്.
ഫാറ്റ് എന്ന് വിളിക്കും. എനർജി കൺസപ്ഷൻ കൂടുതലാണ്, പവർ പ്രോബ്ലം ഉണ്ട്, ഫാൻ പ്രോബ്ലം ഉണ്ട്. സോണീൻ്റെ ഒഫീഷ്യലായിട്ട് തന്നെ സോണി പറഞ്ഞിട്ടുണ്ട് ആ മോഡൽ സ്റ്റേബിൾ അല്ല. അതിന് ശേഷം ഇറക്കിയാണ് സ്റ്റാൻഡേർഡ് എഡിഷൻ, അതായത് സ്ലിം എന്ന് പറയും. അതിന് കുറച്ചും കൂടി സ്റ്റേബിളാണ്, എനർജി കൺസപ്ഷൻ കുറവാണ്, ഫാന് ഇംപ്രൂവ്ഡ് ഹാർഡ്വെയർ ആണ്. രണ്ടും 1080p റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യും. പക്ഷേ സ്ലിം കുറച്ചും കൂടി നല്ല ഒരു കൺസോളാണ്. പിന്നെ നിങ്ങൾക്ക് 4K വേണമെങ്കിൽ പ്രോയിലേക്ക് പോവാം. ഈ റീഫർബിഷ്ഡ് മോഡൽസൊക്കെ അധികം ഫാറ്റ് മോഡൽസാണ് വിൽക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, മാക്സിമം ഒഴിവാക്കുക ഇങ്ങനത്തെ മോഡൽസ്. നല്ലത് നോക്കി ചൂസ് ചെയ്ത് വാങ്ങുക. ഇനി നിങ്ങൾ ഈ പ്ലേ സ്റ്റേഷൻ മാർക്കറ്റിന് പുതിയതാണ്, നിങ്ങൾക്കൊരു PS4 എടുക്കണം, ഫ്രഷ് എടുക്കാൻ നിങ്ങളുടെ അടുത്ത് ബഡ്ജറ്റ് ഇല്ല, അപ്പോൾ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് എടുക്കുക. ഇനി സെക്കൻഡ് ഹാൻഡ് എവിടെ നിന്നാണ് എടുക്കേണ്ടത്, എങ്ങനെ എടുക്കേണ്ടത്, കുറേ ഡൗട്ട്സ് ഉണ്ട്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഈ മാർക്കറ്റിലിപ്പോൾ കുറേ സ്കാംസും ഇതുമൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ആളടുത്ത് തന്നെ എടുക്കുക. സോ അതിനാണ് നമ്മളുള്ളത്. വി ആർ ഹിയർ ടു ഹെൽപ്പ് യു. നിങ്ങൾക്ക് നോ ടെൻഷൻ, നോ മണി വേസ്റ്റ്, നോ ടൈം വേസ്റ്റ്. നിങ്ങൾ വിചാരിച്ച കൺസോള് നിങ്ങൾക്ക് കിട്ടും. നമ്മളടുത്ത് ടീം ഓഫ് എക്സ്പേർട്സ് ഉണ്ട് പ്ലേ സ്റ്റേഷൻ്റെ. നമ്മൾ നല്ല ചെക്ക് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത PS4 കൺസോൾസാണ് നമ്മുടെ അടുത്തുള്ളത്. നമ്മൾ വിൽക്കുന്നതും നല്ല ക്വാളിറ്റിയുള്ള കൺസോൾസാണ്. ചീപ്പ് സാധനം, സ്ക്രാപ്പ് സാധനം, ഡൽഹിയിൽ നിന്ന് എടുത്ത സാധനം മറിച്ചിട്ടൊന്നല്ല നമ്മൾ വിൽക്കുന്നത്. നല്ല ടെസ്റ്റ് ചെയ്ത സാധനം, നല്ല കസ്റ്റമർ കൊണ്ടെത്തുന്ന സാധനമാണ് നമ്മൾ വിൽക്കുന്നത്. അതും നല്ല അഫോർഡബിൾ ആയിട്ടാണ് വിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ സർവീസ്, ആഫ്റ്റർ സെയിൽസ് സർവീസൊക്കെ ഉണ്ടാവും. ഇനി നമ്മളെങ്ങനെ കോൺടാക്ട് ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ കോൺടാക്ട് നമ്പർ. പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയാസിലൊക്കെ അവൈലബിൾ ആണ്. ഒരു കൺസോൾ എടുക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ നല്ല ശ്രദ്ധിക്കുക. സെക്കൻഡ് ഹാൻഡ് ഒക്കെ എടുക്കുമ്പോൾ നല്ല ലൈഫ് കിട്ടുന്ന രീതിയിൽ എടുക്കുക.